നമ്മളിവിടെയാണ് എഡിറ്റ് കൊടുക്കുക. നമുക്ക് എന്താ വേണ്ടത് ടൈപ്പ് ചെയ്തിട്ട് ആ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രിൻറ്റിലൂടെ സെലക്ട് ഫയലിൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് കൊടുക്കുക. തൂക്കവും പിന്നെ ചാർജും 4 ലൈൻ പ്രിൻറ്റ് ചെയ്യാം. 4 ലൈനുള്ള എന്ത് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇവിടെ പ്രിൻറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ എനിക്ക് വരുന്ന കാറ്റഗറി ആണ് HP-യുടെ. ആ കാറ്റഗറി HP ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ പ്രിൻ്റ് ആയി വരും. പ്രിൻ്റ് കാണിക്കണം. ഇത് നമുക്ക് RSഉം അതുപോലെ തന്നെ തൂക്കും എത്രയാണെന്നുള്ളത് അറിയാനുള്ളൊരു മെഷീനാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. അവരുടെ നമ്പറാണിത് കേട്ടോ. ഈ ഒരു കടയിൽ എല്ലാവിധ മെഷീനറികളും ഉണ്ട്. ഇത് കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോട് പിന്നെ അങ്ങാടിയിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ചെസ്റ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ഈ ഒരു കട കാണാം. പാക്സൂൺ എന്നാണ് പേര്. പാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പാക്സൂൺ എന്ന ഈ കടയിൽ ലഭിക്കും. നമുക്ക് പിക്കിളിന് യൂസ് ചെയ്യുന്ന വേർഡാണ് പെറ്റ് ബോട്ടിൽ. അപ്പം തുരുമ്പാവുന്നത് ഇതാണോ? ഇത് തുരുമ്പ് വരില്ല. പൊട്ടി പോകുന്ന പറഞ്ഞത് ഇത് യൂസ് ചെയ്യാൻ തുരുമ്പ് വരില്ല. ഒരു നുരുമ്പിക്കണ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അതന്നെ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത് അങ്ങനെ പോവും. ഇതാ ഫോയിൽ ഇതാണ് അങ്ങനെ പോവുക. അച്ചാറിൽ ചെയ്താൽ ഇതിൽ ചെയ്താലാണാവും അല്ലേ? അപ്പം അതിൻ്റെ പേരോ? വേടോ? അത് കംപ്ലൈൻറ്റ് വരില്ല. ഈ ഒരു ബോട്ടിലിന് നമ്മൾക്ക് ഇങ്ങനെ കവർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ആര് എന്ത് ക്രീം ചെയ്ത് വെച്ചാലും നമ്മൾ ബോട്ടിലാക്കി വെച്ചാലും ഒന്ന് നോക്കും, തുറന്ന് നോക്കും, അല്ലെങ്കിൽ ഒന്ന് കൈയിട്ട് നോക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ നമുക്ക് ഇങ്ങനൊരു കവർ, ഇങ്ങനെയുള്ളൊരു മെഷീന് ഏറ്റവും നല്ലതാണ്. ഇതിന് ആകെ വരുന്നത് 1700 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് മെഷീന് ഈ ഒരു ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാക്സൂണിൽ നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇൻസുലേഷൻ ടൈപ്പ് നമുക്ക് ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കാം കേട്ടോ. പെട്ടെന്ന് ഒട്ടിക്കാം നമുക്ക്. അപ്പോൾ ഇതും നല്ലൊരു മെഷീനാണ്. 350 രൂപയാണ് ഇതിന് വില വരുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കവർ ഐറ്റംസും എല്ലാം ഇവിടെ കിട്ടും. ഇത് നല്ലൊരു മെഷീനാണ് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ മെഷീൻ തന്നെയാണ്. ഇതിനും ഓവർ വിലയൊന്നും വരുന്നില്ല. ഇത് ക്രീമിന് ആവശ്യമായ മെഷീനാണ്. ഇത് നമ്മുടെ ക്രീമൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. പക്ഷെ ഇതിന് വില വരുന്നത് 14,500 ടാക്സും ഉണ്ട്. ഇതതുപോലെ തന്നെ നമ്മളെ ധാന്യങ്ങൾ, അതുപോലെ കടല കാര്യങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 42 പ്ലസ് GST. അഡീഷണൽ കംപ്രസർ ഫിറ്റ് ചെയ്യണം മാത്രമേ. ലിക്വിഡ് ഐറ്റംസ്, ലിക്വിഡ് ഓയിൽ, അതല്ല ഐറ്റംസ്. ഇതും പേസ്റ്റ് ഫില്ലിങ് നമ്മളെ ലിക്വിഡ് പ്രീമിയം ആയിട്ടുള്ള. അപ്പോൾ ലിക്വിഡ് എവിടെയാണ് നമ്മൾ നമ്മൾ പമ്പ് ഇറക്കിയതല്ല, ക്യാൻ്റെ അകത്തേക്ക്. ക്യാൻ്റെ അകത്ത് ഈ പമ്പ് ഇറക്കി വെക്കും. പമ്പ് ഉണ്ടാവും, ആ പമ്പ് അകത്തേക്ക് ഇറക്കിയതല്ല.
ഇറക്കി വെക്കുക. ഓക്കെ കൈ. അപ്പോൾ അതിങ്ങനെ വലിച്ചിട്ട് നേരെ വഴിക്ക് വന്നിട്ട് ഇവിടുന്ന് പുറത്തേക്ക്. ഈ വഴി അല്ലേ? ഇതിനെത്ര റേറ്റ് വരുന്നത്? 42 പ്ലസ് ടാക്സ്. പിന്നെ അഡീഷണൽ കംപ്രസറും വേണം ഇതിന് പുറമെ 25 പ്ലസ് ടാക്സ് അതുണ്ട്. അതിന് വേറെ ഉണ്ട്. ഇതിന് 42 പ്ലസ് GST. കംപ്രസറിന് കംപ്രസർ വന്നിട്ട് നമ്മൾ 24 പ്ലസ് ടാക്സ്. 24. അപ്പോൾ മൊത്തം ഒരു 60 പുറത്ത് വരും അല്ലേ? 75. അല്ല വരും. ഈ ഒരു മെഷീൻ കണ്ടോ, ഇത് നമുക്ക് ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്യുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യണം.